അമ്പലപ്പുഴയിൽ അതീവ ജാഗ്രത വേണമെന്ന CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന സ്ഥിരീകരിച്ച LDF സ്ഥാനാർത്ഥി എച്ച് സലാം. ഭരണം കിട്ടിയില്ലെങ്കിലും അമ്പലപ്പുഴ വിജയിക്കണമെന്ന് പറഞ്ഞത് പ്രവർത്തകരുടെ വികാരം എച്ച് സലാം 24-നോട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ കഴിയാത്ത വിധമുള്ള അനുഭവങ്ങൾ G സുധാകരനിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായെന്നും എച്ച് സലാം 24 ഗ്രൗണ്ട് സീറോയിൽ പറഞ്ഞു. സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ G സുധാകരൻ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. നിലവിലെ MLA എച്ച് സലാം തന്നെയാണ് അവിടെ CPIM വേണ്ടി മത്സരിക്കുന്നത്. എച്ച് സലാം ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിച്ച് വീടുകളിലേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് ഗ്രൗണ്ട് സീറോയ്ക്ക് മുന്നിൽ പെടുന്നത്. എന്തായാലും എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ ഒരു ചൂടൊക്കെ? നല്ല ചൂടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല ആത്മവിശ്വാസം നമ്മുടെ പ്രവർത്തകർക്കെല്ലാം ഉണ്ട്. ശ്രദ്ധേയമാണ് എന്ന് അമ്പലപ്പുഴ ശ്രദ്ധേയമാവുന്നതിൻ്റെ കാരണം ഏതെങ്കിലും മറ്റു തരത്തിലെ ശ്രേഷ്ഠത കൊണ്ടല്ല, ഒരു രാഷ്ട്രീയ വഞ്ചന ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന അമ്പലപ്പുഴ നിയോജകമണ്ഡലം. പക്ഷേ CPIM തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങളൊക്കെ ഒരുക്കിയിരുന്ന അല്ലെങ്കിൽ അതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതൊരു ആശങ്കയില്ലേ? അദ്ദേഹം 3 പ്രാവശ്യം ഇവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുമ്പോൾ 2 തവണ ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അതിന് മുന്നേ പ്രാവശ്യം പ്രചരണത്തിൻ്റെ സബ് കമ്മിറ്റിയുടെ കൺവീനർ ഞാനായിരുന്നു, ക്യാമ്പയിൻ കമ്മിറ്റി ഞാനായിരുന്നു. എന്ന് വെച്ചാൽ 3 പ്രാവശ്യം അമ്പലപ്പുഴയിൽ G സുധാകരൻ ജയിക്കുമ്പോഴെല്ലാം ഇലക്ഷൻ്റെ മുഖ്യമായ ചുമതല വഹിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം, അതായത് പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ അദ്ദേഹത്തെ ലക്ഷ്യമിടുന്നു. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ഇവിടെ വന്ന് കമ്മിറ്റിയിൽ പങ്കെടുത്തപ്പോൾ ഭരണ തുടർച്ച കിട്ടിയില്ലെങ്കിലും G സുധാകരനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ സ്ഥാനാർത്ഥി അല്ലാതെ ഇത്രയും ദീർഘവർഷം ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് ഇത്രയും എന്താ പറയുക എല്ലാ സ്ഥാനങ്ങളൊക്കെ പാർട്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ചവിട്ടിയിട്ടിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം ഈ ചെങ്കുടി പ്രസ്ഥാനത്തെ വഞ്ചിച്ചു എന്നൊരു വികാരം ഉണ്ടാകും. അതുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വഞ്ചനയോടുള്ള ഒരു വല്ലാത്ത വിരോധം നാട്ടുകാർ പ്രകടിപ്പിക്കും. സ്വാഭാവികമായിട്ടും ആ ലീഡേഴ്സും അങ്ങനെ തന്നെയാണ് കൃത്യമായിട്ട് പറയുക. ആ വഞ്ചനയെ അംഗീകരിക്കാതിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഇടതുപക്ഷക്കാർ മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ വിശ്വാസം രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുന്നവരും ചിന്തിക്കുന്ന അങ്ങനെയാണ്. പക്ഷേ ഞാൻ വന്നതിന് ശേഷം കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായ കുറേ അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഞാൻ പറയാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരുപാട് അനാവശ്യങ്ങൾ ഇലക്ഷൻ കാലത്ത് ഞാൻ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അത് പരസ്യമായിട്ട് പറയാൻ നിശ്ചയിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാ ആശംസകളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.